Good afternoon, students. In the last class, we discussed about the features of traditional commerce and e-commerce, and also the difference between commerce and e-commerce and traditional commerce. Today, we are going to study about the e-commerce business models. E-commerce business models നമുക്ക് different types models available ആണ്. ഇതിൽ കൊമേഴ്സ് നമ്മളൊരു ബിസിനസ് ആപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമ്പം ഈ ബിസിനസ്സിന് മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് വിത്ത് ഈച്ച്. അപ്പോൾ ബിസിനസ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ടു കൺസ്യൂമർ മോഡൽ ഇ കൊമേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബിസിനസ് ടു ഗവൺമെൻറ്, ദെൻ കൺസ്യൂമർ ടു കൺസ്യൂമർ, ബിസിനസ് ടു എംപ്ലോയി. അങ്ങനെ there are 6 different types of e-commerce business models available in the communication system. Development in computing technology and communication system, most notably the internet, have created many new business opportunity for electronic commerce. നമുക്കറിയാം ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഡിസൈൻ ടു റിസൾട്ട് ഇൻ എ പ്രോഫിറ്റ് ഇൻ എ മാർക്കറ്റ് പ്ലേസ്. നമുക്ക് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസും ഓൺലൈൻ ത്രൂ, അതായത് ഇൻ്റർനെറ്റ് ത്രൂ ആണ് ആപ്ലിക്കേഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിസിനസ് ചെയ്യുമ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ആണ് ശരിക്കും നോർമലി നമ്മൾ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദി ഇമ്പോർട്ടൻറ്റ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ് ആർ ഡിസ്കസ്ഡ് ബിലോ. ഫസ്റ്റ് വൺ ഈസ് ബിസിനസ് ടു ബിസിനസ്, ദാറ്റ് ഈസ് B2B, ക്യാപിറ്റൽ ലെറ്റർ B2B, അങ്ങനെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്, ബിസിനസ് ടു ബിസിനസ് മോഡൽ. ഓക്കെ, ബിസിനസ് ടു ബിസിനസ് ഓർ B2B ഈസ് ദ മേജർ ടൈപ്പ് ഓഫ് എ ഇ കൊമേഴ്സ് മോഡൽ. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ടു സെപ്പറേറ്റ് ബിസിനസ്, ദാറ്റ് ഈസ് വൺ ബിസിനസ് കമ്പനി ടു അതർ കമ്പനി. അപ്പോൾ കമ്പനീസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് B2B മോഡലിൽ വരുന്നത്. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് e-commerce where a company selling or buying from other companies. One company communicate with other company through internet technology. അപ്പോൾ മോർ ദാൻ വൺ കമ്പനീസ് ഉണ്ടാവും, അതിൽ ഒന്നിൽ കൂടുതൽ കമ്പനീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ത്രൂ ഇൻ്റർനെറ്റ്, ഓൺലൈൻ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് മീൻസ് ബിസിനസ് കമ്പനീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. This B2B describes the commerce transaction between business, such as between a manufacturers and a wholesaler or between a wholesaler and a retailer. അപ്പോൾ അത് B2B ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് ആണ്, ആക്ച്വലി കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ആണ് ബിറ്റ്വീൻ ബിസിനസ്സസ് ഓർ ബിറ്റ്വീൻ മാനുഫാക്ചേഴ്സ് ആൻഡ് ഓർ ബിറ്റ്വീൻ ഹോൾസെയിലർ ആൻഡ് എ റീറ്റെയിലർ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ത്രൂ ഇൻ്റർനെറ്റ്, അതാണ് ഈ B2B മോഡൽ പറയുന്നത്. B2B മോഡലിൽ ബിസിനസ് ടു ബിസിനസ് ആണ്, അതായത് ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്, ആ ടൈപ്പ് മോഡൽസാണ് B2Bയിൽ ഡിസ്കസ് ചെയ്യുന്നത്. With the introduction of the internet, all companies, irrespective of their size of business, can communicate with each other electronically and cheaply. നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടെ നമുക്ക് എല്ലാ കമ്പനീസിനും മറ്റ് കമ്പനീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെ ചീപ്പായിട്ട്, എക്സ്പെൻസ് അധികം ഇല്ലാണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ദ വോളിയൂം ഓഫ് B2B ട്രാൻസാക്ഷൻ ഈസ് മച്ച് ഹയർ ദാൻ ദ വോളിയൂം ഓഫ് B2C ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ് ടു കൺസ്യൂമർ ട്രാൻസാക്ഷനേക്കാളും കുറച്ചും കൂടെ ഹയർ വോളിയമാണ് B2B ട്രാൻസാക്ഷൻസിലുള്ളത്. The primary reason for this is that in typical supply chain there will be many B2B transactions involving such components of raw materials or only one B2C transaction. നമുക്കറിയാം കൺസ്യൂമേഴ്സുമായിട്ടുള്ള ട്രാൻസാക്ഷനിലും കൂടുതൽ കമ്പനീസുമായിട്ടുമായിരിക്കും ട്രാൻസാക്ഷൻസ് കൂടുതൽ നടക്കുക. അതുകൊണ്ട് തന്നെ B2B ട്രാൻസാക്ഷനാണ് മച്ച് ഹയർ വോളിയത്തിൽ പെർഫോം ചെയ്യുന്നത്. Then, for example, an automobile manufacturers make several B2B transactions such as buying tires, glass for windscreens and rubber hoses for its vehicles. The final transaction, a finished vehicle sold to the consumer, is a single B2C transaction. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് എൻ്റെ ഒരു കമ്പനി അത് മേക്ക് ചെയ്യുന്ന കുറച്ച് B2B ട്രാൻസാക്ഷൻസ് പറയുകയാണ്. അവർക്ക് ടയർ ബൈ ചെയ്യണം, അതുപോലെ ഗ്ലാസ് വിൻഡ് സ്ക്രീനിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് പെയിൻറ്റ് ചെയ്യണം, ദെൻ ബൈ ചെയ്യണം, ദെൻ വെഹിക്കിളിന് വേണ്ടിയിട്ടുള്ള റബ്ബർ ഹോസസ് വേണം. അങ്ങനെ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സുകൾ നമുക്ക് അതിൽ നിന്ന് ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും, പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ ആ ഒരു ഫൈനൽ ട്രാൻസാക്ഷൻ വരുന്നത് ആ ഒരു കംപ്ലീറ്റഡ് വെഹിക്കിൾ നമ്മൾ സോൾഡ് ചെയ്യുന്ന ഒരു കൺസ്യൂമർക്ക്. അതൊരു സിംഗിൾ B2C ട്രാൻസാക്ഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് B2B ട്രാൻസാക്ഷൻസിലാണ് കൂടുതൽ ട്രാൻസാക്ഷൻസ് നടക്കുക എന്ന് പറയാം. ഓൾ ഓഫ് us know www.amazon.com is an online bookstore that sells books from various publishers. In this case, publishers have the option for either developing their own site or displaying their books on the Amazon site or both. നമുക്കറിയാം നോർമലി നമ്മൾ ജനറലി കാണുന്നൊരു വെബ്സൈറ്റാണ് www.amazon.com എന്ന് പറയുന്നത്. ഇതിൽ ബുക്ക് സ്റ്റോർ ഉണ്ട്, ഓൺലൈൻ ബുക്ക് സ്റ്റോർ അവൈലബിൾ ആണ്. അതിൽ വേരിയസ് പബ്ലിഷേഴ്സിൻ്റെ ബുക്സുകൾ സെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പബ്ലിഷേഴ്സിന് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെയർ ഓൺ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ആമസോൺ സൈറ്റിലൂടെ ഡിസ്പ്ലേ ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ അവർക്കുണ്ട്. The publishers mainly choose to display their books on Amazon.com as it gives them a larger audience. അപ്പോൾ അവരത് ലാർജർ ഒരു ഓഡിയൻസിനെ നോക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് ആമസോൺ സൈറ്റിന് കൊടുക്കുന്നു. അപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഒരു വൈഡ് റേഞ്ച് ആ രീതിയിലുള്ളൊരു ആപ്ലിക്കേഷൻ ലെവലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് ആയതുകൊണ്ട് ബിസിനസ്സിൽ നമുക്കറിയാം കൂടുതൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ലാർജർ ഓഡിയൻസ് അവൈലബിൾ ആണ്. സോ നമ്മൾ അങ്ങനെ ഒരു സൈറ്റിൽ നമ്മുടെ ബുക്ക് സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ബാക്കി അവരുടെ കസ്റ്റമേഴ്സ് എല്ലാം ആ ഒരു പ്രൊഡക്റ്റ് ബുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ എൻലാർജ് ചെയ്യാനായിട്ട് പറ്റും. The publishers need to transact with Amazon involving business houses on both the ends. That is the B2B model. B2B is the sale and exchange of product and services between business. ഇപ്പോൾ B2B എന്ന് പറയുന്ന ബിസിനസ്സസ് തമ്മിലുള്ള വൺ കമ്പനി ടു അതർ കമ്പനി ആ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഒക്കെയാണ് B2B മോഡലിൽ പറയുന്നത്. www.agrivach.com is an Indian agricultural e-marketplace. Authorized users can participate in the buying and selling of agricultural commodities. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണ്. അഗ്രിവാച്ച് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അത് ഒരു ഇന്ത്യൻ അഗ്രികൾച്ചറൽ സൈറ്റാണ്. ഇതിൽ സെല്ലിങ്സ് ആൻഡ് ബൈയിങ്സ് ഓഫ് അഗ്രികൾച്ചറൽ കോമഡിറ്റീസ് ആണ്. അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സൈറ്റാണ്. ബിഡ്സ് ആൻഡ് ഓഫേഴ്സ് ആർ അക്സെപ്റ്റഡ് ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. അപ്പോൾ അതിൽ ഡൊമസ്റ്റിക് യൂസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സും ഉണ്ടാവും. The site also offers information including research report, market updates and directory services. IndiaMart is an Indian internet limited company headquartered in Noida, India. The company is best known for its B2B marketplace. അപ്പോൾ B2Bക്ക് എക്സാമ്പിൾസ് ആണ് ഇതുപോലെയുള്ള കമ്പനീസ് ആണ്. അതാണ് പറയുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചറൽ സൈറ്റ്, അതുപോലെ ആമസോൺ സൈറ്റ്, ദെൻ ഇന്ത്യ മാർട്ട് എന്ന് പറയുന്ന ഒരു ഇൻ്റർനെറ്റ് ലിമിറ്റഡ് കമ്പനിയുണ്ട്. അത് B2Bക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കമ്പനീസ് വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കമ്പനീസാണ് B2B മോഡൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എ B2B ഇനീഷ്യേറ്റീവ് നീഡ്സ് എ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എ കമ്പനി വുഡ് നീഡ് ടു റീസ്ട്രക്ചർ ഇറ്റ് സിസ്റ്റം ആൻഡ് ബിസിനസ് പ്രോസസ്. ഇറ്റ് ഇൻവോൾവ്സ് മെനി പാർട്ടിസിപ്പൻസ് വിത്ത് കോംപ്ലക്സ് റൂൾസ്, ഹയർ പർച്ചേസിംഗ് എമൗണ്ട്സ് ആൻഡ് കോംപ്ലക്സ് പ്രൊഡക്ട്സ്. അപ്പോൾ അതിൽ മെനി റെസിപ്പിയൻസിന് അറ്റ് എ ടൈമിൽ കുറേ കോംപ്ലക്സ് റൂൾസ് അപ്ലൈ ചെയ്തിട്ടും അതുപോലെ പർച്ചേസിംഗ് എമൗണ്ട് ഹൈ ചെയ്തൊക്കെ നമുക്ക് മെനി പാർട്ടിസിപ്പൻസിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി ടു കമ്പനി ടൈപ്പ് മോഡലാണ് B2B മോഡൽ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ദ നെക്സ്റ്റ് വൺ അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. B2B ഇ-കൊമേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഹാസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. B2B commerce helps to remove barriers raised by geographic fragmentation of the മാർക്കറ്റിൽ നമുക്ക് നോർമലി നമുക്കറിയാം ജിയോഗ്രഫിക് ഒരു ഫ്രാഗ്മെൻറ്റേഷൻ, അതായത് ബയേഴ്സിന് അറിയാം ഏതാണ് ബെറ്റർ പ്രൊഡക്ട്സ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സപ്ലയേഴ്സ് ഏതാണ് ബൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരു ബറിയേഴ്സ് ഉണ്ടാവില്ല, നമുക്കൊരു തടസ്സം ഇല്ലാണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ ഏത് പ്രൊഡക്റ്റ് വാങ്ങാനും അത് ഈ B2B എന്ന് പറയുന്ന ഇ-കൊമേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് കമ്പനീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഏത് ടൈപ്പ് ഏത് ബ്രാൻഡാണ് എന്നുള്ളത് കസ്റ്റമറിന് തന്നെ ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ B2B എന്ന് പറയുന്ന നമുക്ക് ബരിയേഴ്സ് ഒന്നും ഇല്ലാണ്ട് നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെല്ല് ചെയ്യാനായിട്ടൊക്കെ ബെറ്റർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് B2B ഓൾസോ ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് അൺനെസസറി ഇൻവെൻറ്ററി ബിൽഡപ്പ് ഫോർ ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നമുക്കറിയാം പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുമ്പം അവർക്ക് ഇൻവെൻറ്ററി ഡീറ്റെയിൽസ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അൺനെസസറി തിങ്സ് ആണ്. അതായത് ഒരു കമ്പനിയിൽ എത്ര സ്റ്റോറേജ് ഉണ്ട്, എത്ര സ്റ്റോർ ചെയ്യുന്നുണ്ട്, എത്ര പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്, ഇതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പം നമുക്ക്
നമ്മൾ പർട്ടിക്കുലർ ഐറ്റം ചൂസ് ചെയ്യുന്നു, നമുക്കത് കിട്ടുന്നു, അത്രേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അൺനെസസറി ഇൻവെൻറ്ററി ഡീറ്റെയിൽസൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് B2B ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് B2B പ്രൊമോട്ട്സ് ഇൻഫർമേഷൻ ഫ്ലോ ആൻഡ് എൻഹാൻസസ് ട്രാൻസ്പെറൻസി. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ബിക്കംസ് പോസിബിൾ. അതായത് നമുക്ക് ഒരു ഇൻഫർമേഷൻ ഫ്ലോ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ട്രാൻസ്പെറൻ്റ് ആണ് ആ B2B പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ചെയിൻ മാനേജ്മെൻറ്റ് വെച്ചിട്ട് അത് പോസിബിളാണ്. അപ്പോൾ നമുക്കത് നമ്മളുടെ യൂസറിന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ B2B ആപ്ലിക്കേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ബോത്ത് ദ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എൻജോയ് റെഡ്യൂസ്ഡ് ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് ആൻഡ് ലോവർ ഓഫ് ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ. കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ലോ കോസ്റ്റിൽ തന്നെ നമുക്ക് സെല്ലേഴ്സും ബയേഴ്സുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഈ B2Bയിൽ മോഡലിൽ പോസിബിളാണ്. അപ്പോൾ ഇത്രയും ടൈപ്സ് B2B മോഡലിൽ ഇത്രയും കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോഡലാണ് B2C, ദാറ്റ് ഈസ് ബിസിനസ് ടു കൺസ്യൂമർ. അപ്പോൾ B2B നമ്മൾ പറഞ്ഞു ബിസിനസ് ടു ബിസിനസ് മോഡലാണ്. ദെൻ സെക്കൻഡ് വൺ ബിസിനസ് ടു കൺസ്യൂമർ B2C. ബിസിനസ് ടു കൺസ്യൂമർ ഇ-കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദ സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഫ്രം എ ബിസിനസ് ടു ദ കൺസ്യൂമർ. ഒരു ബിസിനസ്സും കൺസ്യൂമറും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് B2C മോഡലിൽ നോർമലി B2C മോഡൽ എന്ന് പറയാം. ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് റീറ്റെയിൽ കൺസ്യൂമർ. ഇറ്റ് ഇൻവോൾവ്സ് കസ്റ്റമേഴ്സ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ, പർച്ചേസിങ് ആൻഡ് റിസീവിങ് പ്രൊഡക്ട്സ് ഓവർ ആൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ടാവും, അതുപോലെ പർച്ചേസിങ്, പ്രൊഡക്ട്സിൻ്റെ റിസീവിങ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺസ്യൂമറിന് കൊടുക്കേണ്ടതായി വരും. അപ്പോൾ കൺസ്യൂമർ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു B2C മോഡലിൽ ആപ്ലിക്കബിൾ ആണ്. The B2C stands for business to consumer and applies to any business or organization that sells its products or services to consumers over the internet for its use. അപ്പോൾ നമ്മൾ വിചാരിക്കും B2C എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ്, they think of Amazon, the online bookseller that launched its site in 1995 and quickly took on the nation's major retailers. അവരൊരു മേജർ റീറ്റെയിലർ ആണെന്ന് പറയാം. ആമസോൺ എന്ന് പറയുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമുക്കൊരു മേജർ റീറ്റെയിലർ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഓൺലൈൻ റീറ്റെയിലേഴ്സ്, ഓൺലൈൻ ബാങ്കിങ് നടത്തുന്നവർ, ട്രാവൽ സർവീസ്, ഓൺലൈൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫർമേഷൻ്റെ റിയൽ എസ്റ്റേറ്റ് സൈറ്റ്, അതൊക്കെ നമുക്ക് B2C മോഡലിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. കാരണം ഒരു എൻഡ് യൂസർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ B2C ഇ-കൊമേഴ്സിന് എക്സാമ്പിളാണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ട്രാവൽ സർവീസസ്, ഓപ്ഷൻസ്, ഹെൽത്ത് ഇൻഫർമേഷൻ, റിയൽ എസ്റ്റേറ്റ് സൈറ്റ്, അങ്ങനെയുള്ള സൈറ്റുകളെല്ലാം ഇതിന് എക്സാമ്പിളാണ്. Okay, then peer-to-peer sites such as Craigslist also fall under the B2C category. Peer-to-peer site ആണ് Craigslist എന്ന് പറയുന്ന Craigslist, അത് B2C കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ നമുക്ക് പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ ബി സോൾഡ് ഇൻക്ലൂഡ് ബോത്ത് ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ പ്രൊഡക്ട്സ്. Tangible product can be anything from clothing to flowers, and intangible products such as online banking, stock trading and airline reservations. ടാൻജിബിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ്. അതായത് നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങുന്നു, നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്യുന്നു, നമുക്കത് ഫിസിക്കലി ടാൻജിബിൾ എന്ന് പറഞ്ഞിട്ട് ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള പ്രൊഡക്ട്സും ഉണ്ട്. ഇൻടാൻജിബിൾ പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് നമുക്ക് ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് ചെയ്യുന്നത് നമ്മൾ എമൗണ്ട് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആണ്. അതുപോലെ സ്റ്റോക്ക് ട്രേഡിംഗ് ഉണ്ട്, എയർലൈൻ റിസർവേഷൻസ് ഉണ്ട്. അങ്ങനെ 2 ടൈപ്സ് പ്രൊഡക്ട്സ് നോർമലി ഉണ്ട്, ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ പ്രൊഡക്ട്സ്. Sellers that use B2C business model can increase their benefit by eliminating the middleman. B2C മോഡലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ ആണ്. അവിടെ നമുക്കൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. This is called the disintermediation because business sell products directly to consumers without using traditional retail channels. നമുക്ക് പണ്ടത്തെ പോലെ ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു മീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയേറ്ററോ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ ഒരു ബിസിനസ് വെച്ചിട്ട് ഒരു കമ്പനിക്ക് ഡയറക്റ്റായിട്ട് കൺസ്യൂമേഴ്സിന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ അല്ലെങ്കിൽ സെല്ല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, ബൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് B2C, ബിസിനസ് ടു കൺസ്യൂമർ ടൈപ്പ് മോഡൽ. In this type of e-commerce model, business directly sell to the end customer. However, these sites require huge investment in terms of advertising effort, hardware and software required to support the many millions of hits that they experience. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും ഈ കൊമേഴ്സ് മോഡലിൽ ബിസിനസ് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. സോ നമുക്കൊരു ലാർജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Then one example, consider a hypothetical example in which a transaction is conducted between business organization and a consumer.
എ ബിസിനസ് ഹൗസ് ABC department store display and sell a range of product on their website www.abc.com. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസ് ഹൗസ്, ഒരു ബിസിനസ് കമ്പനി, അതാണ് ABC ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ജനറലി പറയുവാണ്. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ABC ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ബിസിനസ് കമ്പനി എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേ ആണ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്, അവരുടെ ഡീറ്റെയിൽസ്, റേഞ്ച് ഓഫ് എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിലായി www.abc.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. The detailed information of all their product is contained in the huge catalogs maintained by departmental store. അവരുടെ ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. Now a consumer Shagar wants to buy a gift for his wife. Therefore log on to the site of ABC department store and select a gift from the catalog. ഇപ്പോൾ ഒരു കൺസ്യൂമർ വരികയാണ്, ഷേഖർ എന്ന നെയിമുള്ളൊരു കൺസ്യൂമർ വരുന്നു, അയാളുടെ വൈഫിന് അയാളൊരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാണ്. ദെൻ അയാൾ ആദ്യമേ ABC ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ലോഗിൻ ചെയ്യുന്നു, ദെൻ ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഹി ഓൾസോ ഗെറ്റ്സ് ദ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഗിഫ്റ്റ് സച്ച് ആസ് പ്രൈസ്, അവൈലബിലിറ്റി, ഡിസ്കൗണ്ട് ആൻഡ് സോ ഓൺ ഫ്രം ദെയർ കാറ്റലോഗ്. അപ്പോൾ അവരുടെ കാറ്റലോഗിൽ നിന്ന് അവർ എന്ത് പ്രൊഡക്റ്റ് ആണോ ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ, അതായത് പ്രൈസ്, അവൈലബിലിറ്റി, ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അവിടെ വ്യൂ ചെയ്യുന്നുണ്ട്. ഫൈനലി വെൻ ഹി ഡിസൈഡ് ടു ബൈ ദ ഗിഫ്റ്റ് ഹി പ്ലേസസ് ആൻ ഓർഡർ ഫോർ ദ ഗിഫ്റ്റ് ഓൺ ദെയർ വെബ്സൈറ്റ്. അപ്പോൾ അയാൾ ഡിസൈഡ് ചെയ്യാണ് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങാനായിട്ട്, ദെൻ ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. To place an order, he needs to specify his personal and credit card information on www.abc.com. അപ്പോൾ നമുക്ക് നോർമലി അറിയാം, ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും അല്ലെങ്കിൽ സ്നാപ്ഡീൽ കുറേ ഓൺലൈൻ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ഇതിലേതിലായാലും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് പേഴ്സണൽ അഡ്രസ്സ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ദിസ് ഇൻഫർമേഷൻ ഈസ് ദെൻ വാലിഡേറ്റഡ് ബൈ ABC. ദ ഓർഡർ ഈസ് പ്രോസസ്ഡ്. അത് ABC ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ കമ്പനി അത് വാലിഡേറ്റഡ് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു, ദെൻ ഓർഡർ പ്രോസസ് ചെയ്യുന്നു. അപ്പോൾ ഒരു B2C ബിസിനസ് കമ്പനി ടു കൺസ്യൂമർ ടൈപ്പ് മോഡലാണ് B2C മോഡൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് B2E കൊമേഴ്സ്. അതിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലോവർ മാർക്കറ്റിംഗ് കോസ്റ്റ്. എക്സ്പെൻസസ് റിലേറ്റഡ് മാർക്കറ്റിംഗ് ഈസ് കമ്പാരിറ്റീവ്ലി ചീപ്പ് ഇൻ ഇലക്ട്രോണിക് മീഡിയാസ് ദെൻ ട്രഡീഷണൽ മീഡിയ. നമുക്ക് ട്രഡീഷണൽ മീഡിയനേക്കാളും ചീപ്പറായിരിക്കും എപ്പോഴും ഇപ്പോഴുള്ള എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. ഇറ്റ് ക്യാൻ ഓൾസോ ക്യാച്ച് ദ അറ്റൻഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് മിനിമം എക്സ്പെൻസ്. കാരണം അവർക്ക് കുറേ ഓഫേഴ്സ് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓഫേഴ്സ് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റേറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് കസ്റ്റമേഴ്സിന് ഏത് ടൈപ്പാണോ വേണ്ടത് അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ low order processing cost. Business firm can check orders from customers and ensure its accuracy before proceeding delivery of goods. അപ്പോൾ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്ന് പറയുന്നതും കമ്പയർഡ് ടു ലോവർ ആണ് ട്രഡീഷണൽ ഇ-കൊമേഴ്സിനേക്കാളും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറ്റർ കസ്റ്റമർ സർവീസ്. കസ്റ്റമേഴ്സ് വീണ്ടും വിസിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ബിസിനസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസ്സിനൊരു ഗ്രോ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് ആ വെബ്സൈറ്റിൽ ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ ലോവർ കസ്റ്റമർ സപ്പോർട്ട് കോസ്റ്റ്. അങ്ങനെ കസ്റ്റമേഴ്സിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ലോവർ കോസ്റ്റ് മതി. കാരണം അതിന് വേണ്ട പ്രത്യേകം ഒരു സ്റ്റാഫിനെയൊന്നും നമ്മൾ വെക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം അല്ലെങ്കിൽ ഫ്രീക്വൻലി ഒരു കസ്റ്റമേഴ്സ് ഫീഡ്ബാക്ക് ഫോമൊക്കെ കൊടുത്താൽ മതി. ആ ഫോമിൽ അവർക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൈഡർ മാർക്കറ്റ്സ്. ദ വെബ്സൈറ്റ് ഈസ് ഓപ്പൺ ആൻഡ് ആക്സസിബിൾ അറ്റ് എനി ടൈം ഓൺ എനി ഡേ ദാറ്റ് റീച്ചസ് ദ കസ്റ്റമർ ഓൾ ഓവർ ദ വേൾഡ്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് വൈഡർ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റ് ത്രൂ ആണ്, ഓൺലൈനാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ ത്രൂ. സോ അങ്ങനെ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസ്യൂമർ ടു ബിസിനസ്. It is an electronic e-commerce business model in which consumer offers product and services to companies and the companies pay them. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ബിസിനസ് ടു കൺസ്യൂമർ ആണ്. ദെൻ ഇപ്പോൾ പറയുന്നത് കൺസ്യൂമർ ടു ബിസിനസ്, നേരെ തിരിച്ചാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് കമ്പനികൾക്ക് ഓഫർ ചെയ്യുന്നു, കമ്പനി പേ ചെയ്ത് അത് വാങ്ങുന്നു. This business model is a complete reversal of traditional business model where companies offer goods and services to consumers. We can see this example in blogs or internet forums, whether the author offers a link back to an online business facilitating the purchasing of some product like a book on amazon.com, and the author might receive revenue from a successful sale. ഇപ്പോൾ amazon.com എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് നമ്മളുടെ ബുക്ക് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ബുക്സ് പബ്ലിഷ് ചെയ്തു, അത് ആമസോൺ നമുക്കൊരു പേയ്മെൻറ്റ് തരുന്നു. അപ്പോൾ കൺസ്യൂമറും ബിസിനസ് കമ്പനിയും തമ്മിലുള്ളൊരു
ഡീലർഷിപ്പാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് മോഡൽസാണ് എന്ത് പറയുന്നത്, C2B എന്ന് പറയുന്നത്, അതായത് കൺസ്യൂമർ ടു ബിസിനസ് എന്ന് പറയുന്ന മോഡൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസ്യൂമർ ടു കൺസ്യൂമർ. കൺസ്യൂമർ ടു കൺസ്യൂമർ ഇലക്ട്രോണിക് ഇ-കൊമേഴ്സ് ഇൻവോൾവ്സ് ദ ഇലക്ട്രോണിക്കലി ഫെസിലിറ്റേറ്റഡ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ത്രൂ സം തേർഡ് പാർട്ടി. അതായത് ഒരു കൺസ്യൂമർ വേറൊരു കൺസ്യൂമർക്ക് ഒരു പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബൈ ചെയ്യുന്നു, ദെൻ ആ കൺസ്യൂമർ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ കൺസ്യൂമേഴ്സ് തമ്മിൽ കൊടുക്കുന്ന ഒരു ഇൻറ്ററാക്ഷൻ ബിസിനസ് ആപ്ലിക്കേഷൻ ടൈപ്പ് മോഡലാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ അല്ലെങ്കിൽ C2C എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഇ-കൊമേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ടു സെൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഡയറക്ട്ലി ടു അതർ ഇൻഡിവിജ്വൽസ്. ഒരു പേഴ്സൺ അതൊരു ഇൻ്റർനെറ്റിൽ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു, ദെൻ അതർ ഇൻഡിവിജ്വലിൽ അത് ബൈ ചെയ്യുന്നു. എ കോമൺ എക്സാമ്പിൾ ഈസ് ദ ഓൺലൈൻ ഓപ്ഷൻ ഇൻ വിച്ച് എ കൺസ്യൂമർ പോസ്റ്റ് ആസ് ആൻ ഐറ്റം ഫോർ സെയിൽ അതർ കൺസ്യൂമർ ടു ബിഡ് ടു പർച്ചേസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നടത്തുന്നു, ലേലം നടത്തുക എന്ന് പറയും. ഓപ്ഷൻ ചെയ്യുമ്പോൾ എന്താ, ഓൺലൈൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമർ ഒരു ഐറ്റത്തിനെ പോസ്റ്റ് ചെയ്യുന്നു, ദെൻ വേറൊരു കൺസ്യൂമർ അത് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള സൈറ്റുകൾ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമുക്കറിയാം എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവിടെ കാണിക്കുന്നു, അവിടെ നിന്ന് അവർ അത് വേറൊരു കൺസ്യൂമർ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ അവർ അതിലൊരു സൈറ്റ്സ് മാത്രമാണ് ഇൻ്റർമീഡിയേറ്റർ ആയിട്ടുള്ളൂ, അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി അവിടെ വരുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻ സൈറ്റുകളുണ്ട്, അതുപോലെ വേറെ പ്രൊഡക്ട്സുകൾ ബൈ ചെയ്യാനുള്ള സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് സംതിങ് ടു സെൽ ദെൻ ഇറ്റ് ക്യാൻ ഗെറ്റ് ഇറ്റ് ലിസ്റ്റഡ് അറ്റ് ആൻ ഓപ്ഷൻ സൈറ്റ് സോ ദാറ്റ് ഓതേഴ്സ് ക്യാൻ ബിഡ് ഫോർ ഇറ്റ്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഓപ്ഷനിൽ വെച്ച് സെല്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ അതർ കൺസ്യൂമേഴ്സിന് അത് ബിഡ് ചെയ്യാനായിട്ട് പറ്റും. eBay എന്ന് പറയുന്നത് ഇതുപോലെ ഒരു C2C ഇ-കൊമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. eBay is one of the largest C2C e-commerce site today. For example, a customer planned to sell his product or other customers on the website of eBay. He first need to interact with an eBay site, which is in the case act as a facilitator of the overall transaction. Then the seller can host his product on www.ebay.com, which is turn charges him for this. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സൈറ്റിൽ കയറി നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ സെല്ല് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു eBay സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. eBay എന്ന് പറയുന്ന സൈറ്റ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ആവശ്യമായിട്ടുള്ള ആ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് വേറെ നോക്കിയിട്ട് അവരത് പർച്ചേസ് ചെയ്തോളും. അപ്പോൾ കൺസ്യൂമർ ടു കൺസ്യൂമർ റിലേഷൻഷിപ്പാണ് C2C എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്ന B2G, ബിസിനസ് ടു ഗവൺമെൻറ്. B2G stands for business to government and refers to the supply of goods and service online government procurement. B2G എന്ന് പറഞ്ഞാൽ ബിസിനസ്, ഒരു കമ്പനി ടു ഗവൺമെൻറ് ആണ്. ദിസ് ഈസ് എ ഹ്യൂജ് മാർക്കറ്റ് വിച്ച് മെയിൻലി കവേഴ്സ് എവറിത്തിങ് ഫ്രം ഓഫീസ് സപ്ലൈസ് ടു മിലിറ്ററി എക്യുപ്മെൻറ്റ്. നമുക്കറിയാം നമ്മൾ ബിസിനസ്, ഒരു കമ്പനിയും ഗവൺമെൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ചില കമ്പനീസിന് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു മോഡൽ ടൈപ്പാണ് B2G എന്ന് പറയാം. One of the main B2G activities paying government taxes and fees online such as vehicle tax, property tax and income tax. നമുക്കറിയാം ഗവൺമെൻറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് കൊടുക്കുന്ന ടാക്സുകൾ ഓൺലൈനായിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാം, ടാക്സ് അടയ്ക്കാം, പ്രോപ്പർട്ടി ടാക്സ്, ഇൻകം ടാക്സ്, വെഹിക്കിൾ ടാക്സ്, അതൊക്കെയാണ് B2Gയിൽ വരിക. The technology is also being used by government for the transmission or receipt of information to improve the convenience and lower the cost of payment system and tax compliances, and by business to manage after sales service and to develop direct consumer marketing. ഇപ്പോൾ G2B എന്നോ G2C എന്നോ അല്ലെങ്കിൽ C2G എന്നൊക്കെ പറയുന്നത്, G കണ്ടാൽ നമ്മൾ ഓർക്കുക അത് ഗവൺമെൻറ് ആണ്. അപ്പോൾ ബിസിനസ് ടു ഗവൺമെൻറ് അല്ലെങ്കിൽ കൺസ്യൂമർ ടു ഗവൺമെൻറ്, ദെൻ ഗവൺമെൻറ് ടു കൺസ്യൂമർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് എല്ലാം വരുന്നത് G എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു മോഡലിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓഫർ ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ കുറച്ച് സർവീസസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗവൺമെൻറ്റിന് പേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ടാക്സസ്, വെഹിക്കിൾ ടാക്സ് ആവാം, ഇൻകം ടാക്സ് ആവാം, പ്രോപ്പർട്ടി ടാക്സ് ആവാം. അപ്പോൾ അങ്ങനെയുള്ള ടാക്സുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ് മോഡലിൽ. എ വെബ്സൈറ്റ് ഓഫറിംഗ് ബിസിനസ് ടു ഗവൺമെൻറ് സർവീസസ് കുഡ് പ്രൊവൈഡ് ബിസിനസ് വിത്ത് ദ ഫോളോയിങ്: എ സിംഗിൾ പ്ലേസ് ടു ലൊക്കേറ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് ടാക്സ് ഫോം വൺ ഓർ മോർ ലെവൽസ് ഓഫ് ഗവൺമെൻറ്. അതായത് സിറ്റി ലെവലുണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, ലോക്കൽ ലെവൽ. അപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അങ്ങനെ ഓരോ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ
കുറേ അവരുടെ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയിൽ എവിടെയെങ്കിലും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ടാക്സ് ഫോംസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ദെൻ ടു പ്രൊവൈഡ് ദ എബിലിറ്റി ടു സെൻഡ് ഇൻ ഫിൽഡ് ഔട്ട് ഫോംസ് ആൻഡ് പേയ്മെൻറ്റ്സ്. അതുപോലെ നമുക്ക് ഫോംസ് ഫില്ല് ചെയ്തിട്ട് പേയ്മെൻറ്റുകൾ നടത്തേണ്ടതായിട്ട് വരും. ദെൻ ടു അപ്ഡേറ്റ് കോർപ്പറേറ്റ് ഇൻഫർമേഷൻ, നമ്മുടെ കോർപ്പറേറ്റ് ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യണം. ദെൻ ടു റിക്വസ്റ്റ് ആൻസേഴ്സ് ടു സ്പെസിഫിക് ക്വസ്റ്റ്യൻ, അവർ ചോദിക്കുന്ന സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഒരു B2G ആപ്ലിക്കേഷൻ മോഡൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. There are benefits in relation to business to government electronic commerce. B2G decreases the cost of transaction with reference to license, selling, publication of government documents, tax return and general dealing with business and the public. അപ്പോൾ കുറേ കാര്യങ്ങളിൽ അതിന് അഡ്വാൻറ്റേജും ഉണ്ട്. കാരണം നമ്മൾ ഗവൺമെൻറ്റിൽ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോഴും ഇത് പേയ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യം വരില്ല. വർഷത്തിലൊരിക്കലായിരിക്കും അതിൻ്റെ ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ലൈസൻസ് നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗവൺമെൻറ് അതോറിറ്റിയുടെ ലൈസൻസ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റിൽ പോയിട്ട് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓതറൈസ്ഡ് കമ്പനിയായി. പിന്നെ നമുക്ക് ഈ പേയ്മെൻറ്റും കാര്യങ്ങളും വരുന്നത് ഒരു വർഷത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ നമുക്ക് അടയ്ക്കേണ്ട കാര്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതെപ്പോഴും നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ നമ്മൾ ആ ഒരു പ്രാവശ്യം ടാക്സ് അടയ്ക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഓർത്ത് നമ്മൾ ഇല്ലീഗലായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ ലീഗൽ ആക്ഷൻസ് ഒക്കെ വരും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് ടു എംപ്ലോയി മോഡലാണ്. ദിസ് ടൈപ്പ് ഓഫ് മോഡൽ ഈസ് ഓൾസോ കോൾഡ് B2E, business to employee. This is the use of intranet technology to handle activities that take place within a business. Intranet is an internal network that used internet technologies. This form of e-commerce is more commonly known as intranet and intranet. It is a website developed to provide employees of an organization with information. അപ്പോൾ നമുക്ക് ബിസിനസ് ടു എംപ്ലോയി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ എംപ്ലോയീസുമായിട്ട് ഡീൽ ചെയ്യുന്ന ടൈപ്പ് മോഡൽസാണ് B2E മോഡൽ എന്ന് പറയാം. അത് ഇൻട്രാനെറ്റ് മോഡലും ഉണ്ട്, അതുപോലെ ഇൻ്റർനെറ്റ് ത്രൂ ഉണ്ട്. ഇൻട്രാനെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കമ്പനിക്ക് മാത്രമായിട്ടൊരു സൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രാനെറ്റ് ആണ്. ഇൻ്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാനെറ്റ്. അല്ലാതെ നമ്മൾ വേൾഡ് വൈഡ് വെബിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഇൻ്റർനെറ്റ് കണക്ഷൻസായി. Some of the most common example of B2E applications are online insurance policy management, corporate dissemination, online supply request, special offers for the employees and also reporting the benefits of employee. എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ഓൺലൈൻ ഇൻഷുറൻസ് പോളിസി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ് നോർമലി B2E ആപ്ലിക്കേഷൻ എന്ന് പറയാം. B2E e-commerce is different from other types since it is not a revenue form of business. Otherwise it increases profit by reducing expenses within a company. അതൊരു കമ്പനിയുടെ അകത്ത് നടക്കുന്നതാണ്. കാരണം എംപ്ലോയീസും ഒരു കമ്പനിയും തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുമായിട്ടുള്ള കണക്ഷൻസ് ആണ്. അപ്പോൾ അതൊരിക്കലും മറ്റ് ടൈപ്പ് മോഡൽസ് പോലെയല്ല. ബാക്കിയെല്ലാം രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കണക്ഷൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ കമ്പനിയും എംപ്ലോയീസും തമ്മിലുള്ളൊരു കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? താങ്ക് യു.